വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തോട് കേരളത്തിൽ ഒരുപാട് സതീശന്മാരുണ്ട് എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. V.D. Satish also is in the race right now. Do you think he needs to be there in the CM case because he headed Not only V.D. Satish, there are so many V.D. Satish in party. Indian National Congress is a lot of leaders, bulk of leaders. Everywhere we have a very good leadership is there. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, നേരത്തെ തന്നെ കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുന്നു എന്ന നിലപാട് കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ നിലപാടിൽ മാറ്റം വരുത്താതെ അദ്ദേഹം ഇപ്പോൾ AICC നേതൃത്വത്തിന് മുന്നിൽ നിരീക്ഷകർക്ക് മുന്നിലും തന്റെ അഭിപ്രായം ആവർത്തിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട അവകാശവാദം ഈ തെരഞ്ഞെടുപ്പിൽ പട നയിച്ചത് വി ഡി സതീശനാണ്. അദ്ദേഹമാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത്. ഇതിന്റെ വിജയശില്പി വി ഡി സതീശനാണെന്നതാണ്. അത്തരം ചോദ്യങ്ങൾക്ക് കെ സുധാകരൻ പറയുന്ന മറുപടി ധാരാളം സതീശന്മാർ ഈ പാർട്ടിയിലുണ്ട്, ഒരുപാട് നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട് എന്നതാണ്. അപ്പോൾ തന്റെ കൂറും തന്റെ പിന്തുണയും കെ സി വേണുഗോപാലനാണ് എന്ന് ആവർത്തിക്കുകയാണല്ലോ കെ സുധാകരൻ MP. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഈ മുഖ്യമന്ത്രി ആരാകണമെന്ന് തിരഞ്ഞെടുക്കുന്നതിൽ എത്രത്തോളം വിലയുണ്ടാകും? ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഡൽഹിയിലെത്തിയ കെ സുധാകരൻ അവിടെ മല്ലികാർജ്ജുന ഖർഗെ അടക്കമുള്ള ആളുകളുമായി കണ്ട ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ തൻ്റെ പിന്തുണ ആർക്കാണെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. കെ സി വേണുഗോപാൽ പാർട്ടിക്ക് വേണ്ടി ഏറെ ത്യാഗം ചെയ്ത നേതാവാണും അദ്ദേഹത്തിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്നാണ് അന്ന് കെ സി വേണുഗോപാലിന് വേണ്ടിയുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായി കെ സുധാകരൻ പറഞ്ഞത്. എന്നാൽ ആദ്യം അദ്ദേഹം രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അത് സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ട് പിന്നാലെയായിരുന്നു. അതും ഏറെ വിവാദമായിരുന്നു. അങ്ങനെ കെ സുധാകരൻ എന്തായാലും ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. തൻ്റെ പിന്തുണ കെ സി വേണുഗോപാലിനാണ്. ആ കാര്യം രാവിലെ ഇവിടുത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡ് നിരീക്ഷകരായ മുകുൾ വാസ്നിക്കിനെയും അജയ് മാക്കനെയും അറിയിച്ചു. അതുകൂടാതെ രേഖാമൂലം തൻ്റെ നിലപാട് എന്താണെന്ന കാര്യം എഴുതി നൽകുകയും ചെയ്തു. അതായത് MP-മാരുടെ പിന്തുണ, MP-മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട KPCCയുടെ മുൻ അധ്യക്ഷനായ കെ സുധാകരൻ്റെ പിന്തുണ കെ സി വേണുഗോപാലിനാണ് എന്നാണ് വരുന്നത്. മാത്രമല്ല, നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ, ഈ നേതാക്കന്മാരും MP-മാരും കെ സി വേണുഗോപാലിന് അനുകൂലമായ ഒരു സമീപനം എടുത്തു. എന്നാൽ ഹൈബി ഈഡനാണ് വി ഡി സതീശ് അനുകൂലമായ സമീപനം എടുത്തിരിക്കുന്നത്. അപ്പോൾ MP-മാരിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ട്. കെ സി വേണുഗോപാലെ പിന്തുണയ്ക്കുന്നവരുണ്ട്, രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരുണ്ട്, ഒപ്പം തന്നെ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ 3 പ്രധാനപ്പെട്ട നേതാക്കൾക്കുമുള്ള പിന്തുണ MP-മാരിൽ നിന്നുണ്ട്. എന്തായാലും ഈ പിന്തുണ ഒരു പൊതു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള സാഹചര്യമൊരുക്കും. അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കുമെന്ന കാര്യം സംശയമാണ്. കാരണം MLA-മാരുടെ പിന്തുണയാണ് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത്, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഭരണപരിചയം മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമല്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന്, ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സീനിയോറിറ്റിയും മികവും പരിചയവും ഒക്കെ മാനദണ്ഡമായി നിശ്ചയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന വി ഡി സതീശന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. അതിന് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. VS-ന്റെയും നരേന്ദ്രമോദിയുടെയും ഉദാഹരണമാണ് അദ്ദേഹം ദേശീയ മാധ്യമത്തിലെ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നേതാവിന് കാഴ്ചപ്പാടാണ് പ്രധാനം എന്നതാണ് അദ്ദേഹത്തിന്റെ വിഷനാണ് ഏറ്റവും പ്രധാനം. ടീം കെട്ടിപ്പടുക്കാനുള്ള കഴിവുണ്ടാകണം. സംഘടനാ ദൗർബല്യമാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടിയായത്. ജൻസിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പാർട്ടികൾ സംസാരിക്കണമെന്നാണ് വി ഡി സതീശൻ ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന ചോദ്യം സാങ്കല്പികം എന്നാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്ന മറുപടി. ഏതായാലും 3 പേരും ഒരുപോലെ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന, പിടിവലിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണപരിചയം എന്നത് ഒരു പ്രധാന മാനദണ്ഡമായി കരുതാൻ കഴിയില്ല എന്ന് വി ഡി സതീശൻ തുറന്നടിച്ചിരിക്കുന്ന ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അതിന് ഉദാഹരണമായി കാണിക്കുന്നത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിൽ VS അച്യുതാനന്ദന്റെയും അനുഭവങ്ങളെയാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിഷനാണ്, കാഴ്ചപ്പാടാണ് ഒരു നേതാവിന് വേണ്ടത് എന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു വി ഡി സതീശൻ. ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് വ്യക്തമാകുന്നതാണ് വി ഡി സതീശൻ ഈ അഭിമുഖത്തിൽ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിലുള്ള അഭ്യൂഹങ്ങളും ആശയക്കുഴപ്പവും തുടരുന്നതിനിടെ വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. അതിലേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.